ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി ഡൽഹിയിൽ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണിയുടെ കഴിഞ്ഞുപോയ ജീവിതം തന്നെയാണ് അവൾ പേപ്പറിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തൊഴുത്തും ആ തൊഴുത്തിൽ കുറെ പശുക്കളും ഒരു പെൺകിടാവും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും ചാട്ടവാറുമായി നിൽക്കുന്ന ഒരാളും, അത് നമ്മുടെ പ്രകാശിനെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെയൊക്കെ വരച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു ചിത്രത്തിന് തന്നെയാണ് പ്രൈസ് കിട്ടാൻ പോകുന്നത്. അത് കണ്ട് ലൈവായി കാണുന്ന കിരണിന്റെ വീട്ടുകാരെല്ലാവരും കൈയടിച്ച് വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അതേ സമയത്ത് കാർത്തികയുടെ വീട്ടിൽ കാർത്തികയ്ക്ക് സന്തോഷമാവുമെങ്കിലും പ്രകാശനും മകനും അമ്മയ്ക്കും അത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അവൾ ഇതിലും ജയിച്ചു പോയല്ലോ എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സരയുനും അവൾക്കും അതൊരു തിരിച്ചടിയായി മാറുകയാണ്. പക്ഷെ ശാരിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. കാരണം ഇതിനേക്കാളും വലിയൊരു ദുരന്തം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. അതറിഞ്ഞ ഒരു ഷോക്കിലാണ് ശാരി നടക്കുന്നത്. എന്തായാലും കല്യാണി തിരികെ വരുന്നുണ്ട് ആ ട്രോഫിയൊക്കെ ആയിട്ട്. അങ്ങനെ കിരണും കല്യാണിയും കൂടിയിട്ട് നേരെ പ്രകാശിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. പ്രകാശന് ഈ ഒരു ട്രോഫി കാണിച്ചു കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തിൽ തന്നെയാണ്, കിരണിന്റെ നിർബന്ധ പ്രകാരമാണ് കല്യാണിയും കൂടെ ചെല്ലുന്നത്. അങ്ങനെ കാർത്തികയുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ മകൾ എന്നൊന്നും പറയാൻ പറ്റില്ല, നോക്കിയ മത്സരത്തിൽ സമ്മാനം മേടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി കല്യാണിക്ക് പ്രൈസ് കിട്ടരുതെന്നല്ലേ പ്രാർത്ഥിച്ചത്? ഇനിയും അങ്ങനെയൊക്കെ തന്നെ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അതിന് വിപരീതമായിട്ടായിരിക്കും ദൈവം കേൾക്കാൻ പോകുന്നത്. കാരണം ദൈവത്തിനൊക്കെ നിങ്ങൾ അത്ര വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രോഫി കാണിച്ചു കൊടുക്കുകയാണ് കിരൺ കല്യാണിയുടെ കയ്യിൽ നിന്നും. അതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശന് നിങ്ങൾ എന്തിനാ ഇതും കൊണ്ട് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ജീവിതം എന്തായാലും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ പച്ച പിടിച്ചിട്ടുണ്ട് ഈ കാർത്തിക മോള് കാരണം എന്നും പറഞ്ഞ് കാർത്തികയെ ചേർത്ത് പിടിക്കുന്നുണ്ട് പ്രകാശൻ. എന്തായാലും ഒരു വലിയൊരു തിരിച്ചടി തന്നെയാണ് പ്രകാശന് കിട്ടിയിട്ടുള്ളത്. അത് പുറത്ത് കാണിക്കാതെ, ആ ഒരു വിഷമങ്ങളും ആ ഒരു പ്രയാസമൊന്നും അവർ പുറത്ത് കാണിക്കാതെ തിരിച്ച് മറുപടി കൊടുക്കുകയാണ് പ്രകാശൻ കല്യാണിയോടും കിരണിനോടൊക്കെ ചെയ്യുന്നത്. കാർത്തികയ്ക്ക് അതൊരു ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.